ബി.ജെ.പി എന്ന രാഷ്ട്രീയ പാർട്ടി ഒരു വിവാദത്തിൽ നിന്ന് അടുത്തടുത്ത വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് വലിയൊരു വിവാദം വന്നത്. കൊടി അടിച്ച വകയിൽ 1.5 കോടി മുതൽ 25 കോടി രൂപ വരെ അടിച്ചുകൊണ്ട് പോയ കഥ വളരെ വലിയ വിഷയമായി, വലിയ വാർത്തയായി. ഒരുപാട് ആളുകളെ പുറത്താക്കി, പലർക്കും നടപടിയെടുത്തു, പൈസ തിരിച്ചടയ്ക്കാൻ പറഞ്ഞു, വലിയ വാർത്തയായി. അത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇപ്പോൾ അടുത്ത വാർത്ത വരുന്നത്. വ്യാജ ലെറ്റർ ഹെഡ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു പാർട്ടിക്കെതിരെ ശക്തമായ ഗ്രൂപ്പ് പോരിൻ്റെയോ അതിശക്തമായ എന്താ പറയുക തൻപോരുമയുടെയോ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാകുന്ന കാഴ്ചപ്പാടിലേക്കാണോ പോകുന്നറിയില്ല. ഇന്നലെ രാജീവ് ചന്ദ്രശേഖരന്റെ വക അധ്യക്ഷൻ എന്നുള്ള നിലയിൽ, ബി.ജെ.പി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ വക ഒരു പത്രക്കുറിപ്പ് വന്നിട്ടുണ്ട്, ഒരു പ്രസിദ്ധീകരണത്തിനൊരു കുറിപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ എന്ത് കുറിപ്പ് വന്നാലും 3-4 കാര്യങ്ങളിൽപ്പെട്ട് ബി.ജെ.പി ഉഴലുകയാണ്. ഒന്ന്, വ്യാജ ലെറ്റർ ഹെഡ് വന്നു. അത് വലിയൊരു വിവാദമായി നിൽക്കുമ്പോഴാണ് അടുത്ത് വേറൊരു യുവമോർച്ച പ്രവർത്തകൻ നോട്ട് കെട്ടുമായിട്ടുള്ള സെൽഫി ഇട്ടത്. ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഒരു യുവമോർച്ച പ്രവർത്തകൻ നോട്ട് കെട്ടുമായിട്ടുള്ള സെൽഫി ഇടുന്നു, പിന്നെ അത് ബി.ജെ.പി നേതൃത്വം ഇടപെട്ട് അത് പിൻവലിപ്പിക്കുന്നു. അത് കഴിയുമ്പോഴാണ് വ്യാജ ലെറ്റർ ഹെഡിന്റെ വിവാദം വരുന്നു. അത് കഴിയുമ്പോൾ പണം അടിച്ചു മാറ്റി വിവാദം വരുന്നു. ശരിക്കു പറഞ്ഞാൽ ഇതൊരു സംഘടന എന്നുള്ള നിലയിൽ എങ്ങോട്ടാണ് പോകുന്നത്? ആൾക്കൂട്ടമാകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ആദർശവും ആൾക്കൂട്ടവും. ഒരു സംഘടനയോ ഒരു സംവിധാനമോ, അതൊരു ലൈബ്രറി ആവട്ടെ, ഒരു ക്ലബ് ആവട്ടെ, ഒരു വായനശാലയാകട്ടെ, ഒരു ചെറിയ സംവിധാനമാകട്ടെ, അതിലേക്ക് ആദർശമുള്ള കുറച്ച് ആളുകൾ ചേർന്നായിരിക്കും ഒരു സംഘടന ഉണ്ടാക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ബാധകമാണ്, കോൺഗ്രസിനും ബാധകമാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാണ്. ആദർശമുള്ള ഒരു കൂട്ടം ആളുകൾ രാജ്യത്തിന്റെ സമൂഹത്തിന്റെ പൊതു താല്പര്യത്തിനൊരു സംഘടന ഉണ്ടാക്കും. പക്ഷെ അവർ കുറെ ആദർശമൊക്കെ കടുകട്ടി ആദർശം പറയുമ്പോൾ ആൾക്കൂട്ടം വരത്തില്ല, ഇതിനകത്തേക്ക് ആളുകൾ വരത്തില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരു ആദർശത്തിലൊക്കെ ചെറിയ ഡൈലൂഷൻ വരുത്തി ആളുകളെ വരുത്താൻ ശ്രമിക്കും. അങ്ങനെ ജാതി മത വർഗ വർണ്ണത്തിലൊക്കെ ഉള്ള വ്യത്യസ്ത ആളുകളും സാമ്പത്തിക താല്പര്യമുള്ളവരും അഴിമതി നടത്തുന്നവരും കള്ളനും കൊള്ളക്കാരനും ചപ്പാനും ചെരുപ്പ് കുത്തിയും ചപ്പനും ചടയനും എല്ലാവരും പല വിഭാഗം ആളുകളും കുറേശ്ശെ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് സംഘടനയ്ക്കകത്ത് കയറും. ഇങ്ങനെ ആളുകൾ കയറുന്നതിനനുസരിച്ച് ആദർശത്തിൽ ഡൈലൂഷൻ വന്നുകൊണ്ടേയിരിക്കും. ഒന്നുകിൽ ആദർശം പറയുന്നവർ അങ്ങോട്ട് മതിയാക്കി കൊടുക്കും, അല്ലെങ്കിൽ അവർ മിണ്ടാതിരിക്കും. ആദർശം എന്തായാലും അട്ടിയിൽ വയ്ക്കും. അങ്ങനെ വച്ചതിന് ശേഷം ആൾക്കൂട്ടമാകും. ആൾക്കൂട്ടമായി കഴിയുമ്പോൾ പിന്നെന്താണ്, ഒരു ഘട്ടം കഴിയുമ്പോൾ ആൾക്കൂട്ടം എല്ലാം തീരുമാനിക്കുന്ന രീതിയിലേക്ക് പോകും. അപ്പോൾ അതൊരു തമാശയാണ്, രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന ഒരു തമാശയാണ്. രണ്ടാമതൊരു തമാശയുണ്ട്. ഈ സംഘടനകളിൽ ആൾക്കൂട്ടം വരുന്നത് പോലെ തന്നെ ഈ സംഘടനയെ നിയന്ത്രിക്കുന്ന ഒരാൾക്കൂട്ടം പുറത്തുണ്ടാവും. അവർ സംഘടനയെ വരത്തൊന്നുമില്ല. അവർ മുതലാളിമാരും കോർപ്പറേറ്റുകളും ബിനാമികളും ആകുന്ന ഒരു വിഭാഗം പുറത്തുണ്ടാവും. അവരെന്ത് ചെയ്യും? സംഘടനയ്ക്കകത്തുള്ളവരെ ബഹളമുണ്ടാക്കി ആദർശത്തിൽ നിന്ന് മാറ്റി ആൾക്കൂട്ട വിഭാഗത്തിലേക്ക് കൊണ്ടുപോയി അവരാവശ്യമായ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ കാര്യം നടത്തിയെടുക്കും. അങ്ങനെ വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഐഡിയോളജി പ്ലസ് പീപ്പിൾ എന്നുള്ളതാണ്. അപ്പോൾ ആദർശം വരുമ്പോൾ ജനങ്ങളില്ല, ജനങ്ങൾ വരുമ്പോൾ ആദർശമില്ല. അതാണ് പറയുന്നത് സംഘടനാ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത. വരുന്ന ആളുകൾക്ക് ഘട്ടം ഘട്ടമായി സംഘടനാ വിദ്യാഭ്യാസം കൊടുത്താൽ താല്പര്യമുള്ളവർ നിൽക്കും, താല്പര്യമില്ലാത്തവർ പോകും. ആദർശത്തിന്റെ അടുത്തേക്ക് എല്ലാവരെയും സമ്പൂർണ്ണ ആദർശത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഒരു പാർട്ടിയുടെയും ഐഡിയോളജിയിലേക്ക് ആ പാർട്ടിയിലെ എല്ലാ പ്രവർത്തനവും കൊണ്ടുവരാൻ പറ്റില്ല. കാരണം വളരെ വ്യത്യസ്തമായ അധികാര താല്പര്യവും സാമ്പത്തിക താല്പര്യവും വളരെ വിവിധങ്ങളായ താല്പര്യങ്ങൾ അനുസരിച്ചാണ് ഓരോ പാർട്ടിയിലും ആളുകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരെയും ഒരു അച്ചിലിട്ട ആളുകളെ പോലെ മുഴുവൻ നിർത്തി ആദർശവൽക്കരിക്കാനൊന്നും കഴിയില്ല. പക്ഷേ കുറേശ്ശെ അവരെ സംഘടനാ വിദ്യാഭ്യാസം കൊടുത്ത് ഈ ആദർശ ഭാഗത്തേക്ക് മാറ്റുമ്പോൾ ആൾക്കൂട്ടത്തിനും ഒരു കൺഫ്യൂഷൻ ഉണ്ടായി കുറേ പേരെങ്കിലും മാറി നിൽക്കും. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബി.ജെ.പിയിലായാലും ഏത് പാർട്ടിയിലായാലും, ബി.ജെ.പിയിലൊക്കെ അത് വളരെ ശക്തമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്കൂട്ടം വരുന്നുണ്ട്. മറ്റ് പാർട്ടികളിൽ നിന്ന് ബഹളമുണ്ടാക്കുന്നവർ, അവരുടെ സ്ഥാനം കിട്ടാത്തവർ പുറത്താക്കുന്നവർ, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒക്കെ ഇങ്ങനെ ബി.ജെ.പിയിൽ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വരുന്ന ആളുകളുടെ കാര്യവും ഇവിടെ നിൽക്കുന്ന ആളുകളും ഒക്കെ കൂടി അവരുടെ ആശയം നഷ്ടപ്പെടുകയും ഒരു ആദർശം നഷ്ടപ്പെടുകയും അവർ ഒരു വെറും ആൾക്കൂട്ടമായി മാറുകയും ചെയ്യും. അപ്പോൾ പിന്നെ എന്താ ഉള്ളത്? ആൾക്കൂട്ടമാകുമ്പോൾ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഐഡിയോളജിക്കാർക്ക് ആദർശമുള്ളവർ മിണ്ടുന്നില്ല, ആശയമുള്ളവർ മിണ്ടുന്നില്ല, തത്വമുള്ളവർ മിണ്ടുന്നില്ല. അവർ കമ്മിറ്റിയിൽ സൈലന്റ് ആണ്. അപ്പം നമുക്കത് അടിച്ചുകൊണ്ട് പോവാം എന്ന് വിചാരിച്ച് കുറേശ്ശെ അടിച്ചു മാറ്റും. അങ്ങനെ അടിച്ചു മാറ്റുന്നതിൻ്റെ പുതിയ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രസകരമാണ് കഥകൾ, വളരെ മനോഹരമാണ് കഥകൾ. അപ്പോൾ എന്തായാലും ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങൾ വളരെ കൃത്യമായി നടക്കുന്നു. 3 കാര്യങ്ങളും നല്ല രസമുള്ള കാര്യങ്ങളാണ്. ഒന്ന്, DGPക്ക് വരെ നേതൃത്വം പരാതി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വ്യാജ ലെറ്റർ ഹെഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്തൊരു നാണക്കേടാണ്! വ്യാജ ലെറ്റർ ഹെഡ് ഉണ്ടാക്കിയിരിക്കുന്നു, ആ DGPക്ക് പരാതി കൊടുക്കുന്നു, അതൊരു വശത്ത് നടക്കുന്നു.
വേറൊരു യുവമോർച്ച പ്രവർത്തകൻ വന്ന് നോട്ടുകെട്ടുകളുമായിട്ട് സെൽഫി എടുക്കുന്നു. അതിനിടയിലാണ് സംസ്ഥാന സെക്രട്ടറി, വളരെ പ്രധാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി, ഒരു വനിതാ നേതാവിനെയും 2 പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കളെയും പണാപഹരണത്തിന്റെ പേരിൽ വ്യാജ ബില്ല് വെച്ച് പണാപഹരണം നടത്തിയതിന്റെ പേരിൽ പുറത്താക്കുന്നു. അവരോട് പണം കൊണ്ടുവയ്ക്കാൻ പറയുന്നു. ഇതൊക്കെ എങ്ങനെ ഒരു സംഘടനയെ സംഭവിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാന കാര്യം. അപ്പോൾ ആദർശവും ആൾക്കൂട്ടവും ഒന്നിച്ച് പോകൂല. ഞാൻ വീണ്ടും പറയുകയാണ്, ആദർശമുള്ളപ്പോൾ ആൾക്കൂട്ടമില്ല, ആൾക്കൂട്ടമുള്ളപ്പോൾ ആദർശമില്ല. ഇതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിസന്ധി. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? വരുന്ന ആളുകളെ, സംഘടനയിലേക്ക് കൊണ്ടുവരുന്ന ആളുകളെ ആദർശവൽക്കരിക്കാനും തത്വവൽക്കരിക്കാനും അവരിൽ ആശയവൽക്കരിക്കാനുമുള്ള നിരന്തരമായ രാഷ്ട്രീയ പ്രക്രിയ നടക്കണം. അതാണ് രാഷ്ട്രീയ വിദ്യാഭ്യാസം. അപ്പോൾ ആ രാഷ്ട്രീയ വിദ്യാഭ്യാസം നടക്കാത്തതിൻ്റെ വളരെ വലിയ പ്രശ്നത്തിലാണ് BJP നിൽക്കുന്നത്. അങ്ങനെ ഒരു സംഘടനാ വിദ്യാഭ്യാസവും BJPക്ക് ഇല്ല എന്ന് പറയും. വല്ലപ്പോഴും വിളിച്ചു കൂട്ടുന്ന സമ്മേളനങ്ങളോ ശിബിരങ്ങളോ എന്നൊക്കെ പറഞ്ഞ് വളരെ അപൂർവമായി വിളിച്ചു കൂട്ടുന്ന സംവിധാനമേ ഉള്ളൂ. ഒരു പഠന ഗവേഷണ കേന്ദ്രമില്ല. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം AKG പഠന ഗവേഷണ കേന്ദ്രമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ് കള്ളിക്കാട് വലിയ സംവിധാനമുണ്ട്. BJP സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംവിധാനവുമില്ല. അവരാരെയും പഠിപ്പിക്കുന്നുമില്ല, അവർ സ്വയം പഠിക്കുന്നുമില്ല. ഒരാൾക്കൂട്ടമായി മാറുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമാണ്. അപ്പോൾ ആൾക്കൂട്ടത്തിന് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. മോബിൻ്റെ സൈക്കോളജി വേറെയാണ്. അവർ അടിച്ചു മാറ്റേണ്ടവർ അടിച്ചു മാറ്റും, കൊല്ലേണ്ടവർ കൊല്ലും, കൊണ്ടുപോകേണ്ടവർ കൊണ്ടുപോകും. ഒന്നും ആരും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ഒരു സദ്യാലയ പരിപാടിയാണ്. അപ്പോൾ ഈ സദ്യാലയ പരിപാടി മതിയാക്കിയിട്ട് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ന് BJP സംബന്ധിച്ചിടത്തോളം രാജ്യം ഭരിക്കുന്നത് കൊണ്ടും പിന്നെ പല കാരണങ്ങളാൽ BJPക്ക് സമ്പത്തുണ്ട്. അപ്പോൾ സമ്പത്തുള്ളത് കൊണ്ട് തന്നെ ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന BJP പ്രവർത്തകർക്ക് ത്യാഗത്തിൻ്റെ വിഷയമൊന്നുമില്ല. നല്ല കാശുണ്ട് കയ്യിൽ. അത് ഇലക്ഷൻ പ്രവർത്തനമായാലും പാർട്ടി പ്രവർത്തനമായാലും അത്യാവശ്യം പൈസ എടുക്കാൻ ഉണ്ട്. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുക? ആ പൈസ എടുക്കുകയും കൂടുതൽ പണം ഉണ്ടാക്കണമെന്നുള്ള തോന്നലും വരും. വേറെ ത്യാഗത്തിൻ്റെ പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ ത്യാഗത്തിൻ്റെ പ്രശ്നമില്ല. സമ്പത്തുണ്ട്, ധാരാളം സമ്പത്ത് കയ്യിലുണ്ട്. പിന്നെ ആദർശം കുറഞ്ഞു വരുന്നു, ആശയം കുറയുന്നു. സ്വാഭാവികമായ ഒരു ആൾക്കൂട്ടമായി ഇത് അടിച്ചു മാറ്റുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. വളരെ വലിയ തോതിലുള്ള ആശയവൽക്കരണവും ആദർശവൽക്കരണവും സംഘടനാ വിദ്യാഭ്യാസവും ഒക്കെ കൊടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തമ്മിലടിച്ച് തീരുന്നൊരു പൂക്കുല പോലെ പാർട്ടി എപ്പോഴും വിവാദങ്ങളിലും തർക്കങ്ങളിൽ പെട്ടുകൊണ്ടേയിരിക്കും. എന്തായാലും BJP ഇപ്പോൾ വലിയ വിവാദത്തിലാണ് പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ലെറ്റർ ഹെഡിൻ്റെ കാര്യം DGPക്ക് പോകുന്നു. അതുപോലെ തന്നെ സെൽഫി എടുക്കുന്ന കഥ, മൂന്നാമത് ഞാൻ ഈ പറഞ്ഞ പണം അടിച്ചു മാറ്റിയ കഥ, ഇതെല്ലാം കൂടി വലിയ വിവാദ പ്രതിസന്ധിയിലേക്കാണ് BJP സംസ്ഥാന നേതൃത്വം ചെന്നുവിട്ടിരിക്കുന്നത്.